അതുപോലെ വള്ളികളിലൊന്നും ചെന്ന് ചാടാണ്ടിരിക്കുക. കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു. അതായത് അവൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവന് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. അതായത് ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ചോദിക്കും, പിന്നെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് കോഴ്സ് കയറി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നു, പിന്നെ എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണുള്ളത്, അതായത് കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലി എങ്ങനെയാണ്, കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എക്യുപ്മെൻറ്റ്സ് അങ്ങനെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയത്, ഇത് ഇവന് മാത്രമായിരിക്കത്തില്ല, ഇതേപോലെ കുറേ പേര്, നിങ്ങൾ പലരും ഇതേപോലെ ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. ഞാൻ ചെയ്തത് BA മൾട്ടിമീഡിയ ആയിട്ട് ഡിഗ്രി ചെയ്തിരുന്നത്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് നേരെ പോയി അപ്ലൈ ചെയ്തത്. മെയിൻ ഞാൻ നോക്കിയിരുന്നത് ഫോട്ടോഗ്രാഫിയും വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു നോക്കിയത്. അങ്ങനെയാണ് ഞാൻ മൾട്ടിമീഡിയ എടുത്തത്, അങ്ങനെ കയറിയത്. ഈ കോഴ്സിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, വീഡിയോഗ്രാഫി ഉണ്ട്, ഫിലിം മേക്കിംഗ് ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, ആൻഡ് അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ നമുക്ക് ഈ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ മൾട്ടിമീഡിയയിലാണെങ്കിൽ എല്ലാത്തിൻ്റെയും ബേസിക്സ് ആയിരിക്കും നമ്മളെ മൊത്തത്തിൽ പഠിപ്പിക്കുന്നത്. ഞാൻ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ചെയ്തു. ഇപ്പോൾ അത് 4 വർഷം ആവുന്നുണ്ട്. 4 വർഷത്തിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി ആണ് വേണമെങ്കിൽ അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യും, സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ അത്, ഫിലിം മേക്കിംഗ് ആണെങ്കിൽ ഡയറക്ഷനും ആക്ടിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം അവൻ എടുക്കാൻ പോയത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ എന്നാണ്. അത് രണ്ടിടത്തിൽ അവൻ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയായിരുന്നു. സോ ഇതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, സ്പെഷ്യലി ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒരു ഐഡിയ എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നൊരു സംഭവത്തിനെ പറ്റിയുള്ള തിയറീസ് ആയിട്ട് നമ്മൾ ആദ്യമേ പഠിപ്പിക്കും. രണ്ടാമത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ബേസിക് ആയിട്ട് ക്യാമറ എങ്ങനെ യൂസ് ചെയ്യണം, അതിപ്പോൾ DSLR ആണെങ്കിലും മിറർലെസ് ആണെങ്കിലും വീഡിയോ ക്യാമറസ് ആണെങ്കിലും, അതായത് പ്രൊഫഷണൽ വീഡിയോ ക്യാമറസ് ആണെങ്കിൽ പോലും ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ആണെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ടൂൾസ് ആണെങ്കിലും അതിനെ പറ്റി നമ്മൾ പഠിപ്പിക്കും. ആൻഡ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. +2 കഴിഞ്ഞവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് ഡിഗ്രി തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അഥവാ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്ന് നോക്കുന്നെങ്കിൽ ഡിപ്ലോമ കോഴ്സസും കുറേ ഉണ്ട്, PG കോഴ്സസും ഉണ്ട്. കുറേ ഓപ്ഷൻസ് ഇപ്പം നമ്മുടെ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിനകത്ത് കുറച്ചുകൂടെ ഫീസ് കുറവായിരിക്കും.